നമ്മളിത് വേണ്ടി നോക്കാൻ പോകുന്നത് വെച്ചാൽ വീഡിയോ എഡിറ്ററിന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ലൈറ്റ് എഫക്ട്സ്, അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രാൻസിഷൻ എഫക്ട്സ്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള അസറ്റ്സ് നമുക്ക് എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് വെച്ചാൽ 1.0 ഒരു എഡിറ്റിംഗ് പാക്ക് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കുന്ന ഒരു പാക്കാണ്. എഡിറ്റിങ്ങിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് അസറ്റ്സ് അതിലുണ്ടാവും. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം, അതുപോലുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടാൽ ഞാൻ മനസ്സിലാവും. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലിങ്ക് ഞാനവിടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ലിങ്ക് നിങ്ങൾ ഒന്നെങ്കിൽ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷനിലോട്ട് കയറി വരും. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതായത് 2-3 ഫോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ലൈറ്റ് ലീക്സ്, അതുപോലെ തന്നെ ട്രാൻസിഷൻസ്, അതുപോലെ തന്നെ മോഷൻ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ട്രാൻസിഷൻ എന്ന ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. അവിടെ ഞാനിവിടെ സെലക്ട് ചെയ്തു, നേരെ ഡൗൺലോഡ് കൊടുത്തു. നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഗൂഗിൾ ഡ്രൈവിലോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐഫോണിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫയൽസിൽ കൊണ്ടുപോയിട്ടൊക്കെ സേവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഗാലറിയിലോട്ട് സേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതായിക്കോട്ടെ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ VN ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ ഇതിലോട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള വീഡിയോ ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഞാനിവിടെ ജസ്റ്റ് ഒരു കട്ട് ചെയ്യണം. ഓക്കെ, അവിടെ ഞാനൊരു കട്ട് ഇട്ടു. അപ്പോൾ ഇതിന് രണ്ടിനിടയിലുള്ള ട്രാൻസിഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. നേരെ നിങ്ങൾ ഓവർലേ സെലക്ട് ചെയ്യുക. എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും നമുക്ക് ഓവർലേ ആക്കാനുള്ള ഭാഗം ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് VN-ലായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഇതുപോലെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ആ ഡൗൺലോഡ് വെച്ചിട്ടുള്ള ആ ഒരു ഓവർലേ സെലക്ട് ചെയ്തു. നിങ്ങളുടെ വീഡിയോ ഏത് ഓറിയൻറ്റേഷനിലാണെങ്കിലും അതുപോലെ നിങ്ങൾ സ്യൂട്ടാവുന്ന രീതിയിൽ തിരിച്ച് വെക്കുക. നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. നിങ്ങൾ നേരെ ഷൂട്ടായി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഏതൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും നമുക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ക്യാപ് കട്ടിലായിക്കോട്ടെ, ഈ കൈൻമാസ്റ്ററിലായിക്കോട്ടെ, എന്തിലും കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെൻഡിങ് ഓപ്ഷനിൽ വന്നതിന് ശേഷം സ്ക്രീൻ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലെൻഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് ട്രാൻസിഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ആ മുകളിലത്തെ ലെയർ നിങ്ങൾ ആ 2 വീഡിയോൻ്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ട്രാൻസിഷൻ റെഡിയാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സംഭവങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു പാക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ സ്പോട്ടിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിടലുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.